എനിക്കിങ്ങനെ നമ്മളെ ചങ്കല്ലേ വിളിക്കാണ്ടിരിക്കാൻ പറ്റൂല. വിളിച്ച് പൊട്ടി വിളിച്ച് ലാസ്റ്റ് ഒരെണ്ണം ഒരു വിളി കിട്ടിയാങ്ക് പിന്നെ പിടിച്ച് കയറി അതില് പിന്നെ പിടിച്ചെന്ന് പറഞ്ഞ പിന്നെ അതിനെക്കാട് ശക്തിയുടെ വിളി. തമിഴ്നാട്ടിൽ ഇത് പത്രക്കട്ടിങ് ഒക്കെ ഒരുപാട് വന്നായിരുന്നു. അത് നാട്ടുകാർ ഒരാൾ കണ്ടിട്ടാണ് ഇത് പുറത്തറിയണത്. ഇത് ഞങ്ങൾ ഈ ഇൻസിഡന്റ് പുറത്ത് പറയാണ്ട് വിചാരിച്ചിട്ടില്ല. ഞാൻ മറ്റേ മരിച്ചു പോയിട്ട് വേറെ ഏതോ നരകത്തിൽ കിടക്കുന്ന ഫീലോ. അവര് പറയണത് ആള് പോയി നിങ്ങൾ വിട്ടോ എന്നുള്ള ട്രിപ്പാണ് പറയണത്. ഞാൻ അങ്ങോട്ടും പൊട്ടാൻ ആരോട് പറയാറുന്ന വേറെ കൊണ്ടല്ല. ഞങ്ങൾ ആ പേടിച്ചിട്ട് നാട്ടുകാരും വീട്ടുകാരും പേടിച്ചിട്ട് ആരോടും പറയുന്നത് വേറെ ഞങ്ങളന്ന് ചെറുപ്പം 2006 പറയുമ്പോൾ മനസ്സിലാക്കി എത്ര വർഷം മുമ്പാ. അപ്പൊ ചെറുപ്പം ശരിക്കും ദൈവത്തിനെ കണ്ട പോലെ എനിക്ക് അവിടെ കണ്ടത് പാട്ടിനെ കണ്ടപ്പോൾ. കാരണം ദൈവമാണ് അവിടെ എത്തിച്ചത്. ഹായ് ഹലോ വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇരിക്കുന്നത്. കാരണം നമ്മുടെ റിയൽ ലൈഫ് മഞ്ഞുമൽ ബോയ്സ് ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. കാരണം നമ്മൾ സിനിമ കണ്ടിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം നമുക്ക് അവരോട് തന്നെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ, ശരിക്കും നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമ്മളിങ്ങനെ സ്റ്റോറീസ് ഒക്കെ ഒരുപാട് കാണുന്നതല്ലാതെ ഇങ്ങനെ നേരിട്ട് കാണുന്ന ആദ്യത്തെ അനുഭവമാണ്. ഇപ്പം എനിക്ക് അറിയേണ്ടത് ഈ ശരിക്കുള്ള റിയൽ ക്യാരക്ടേഴ്സിനകത്ത് ആരൊക്കെയാണെന്നുള്ളത്. നിങ്ങൾ ആരൊക്കെയാണ് അതിനകത്ത് ശ്രീനാഥേട്ടന്റെ റോൾ ചെയ്തത്, അല്ലെങ്കിൽ ചേട്ടന്റെ റോളിലെ ക്യാരക്ടർ? ചേട്ടന്റെ പേര് സുഭാഷ്. ഞാൻ സൗബിന്റെ ക്യാരക്ടർ അങ്ങനെ ഒരു പേര് കറക്റ്റ് ചെയ്തതല്ലേ? ഗണപതിയുടെ ക്യാരക്ടർ കൃഷ്ണകുമാർ. സുധീഷ് ദീപക്കാണ് എന്റെ ക്യാരക്ടർ. ഞാൻ ഡ്രൈവർ. ഓക്കെ, ചേട്ടൻ പിന്നെ അരുൺ കുര്യനാണ് ചെയ്തത്. സുജിത്തിന്റെ. ശരിക്കും നിങ്ങളൊന്ന് പോയപ്പം വിചാരിച്ചിരുന്നോ അങ്ങനെയൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ നാളെ ഇതൊരു സിനിമയാകും എന്നൊക്കെ വിചാരിച്ചിരുന്നോ? സംഭവിച്ചു പോയതാണ്. ഞങ്ങൾ ഈ ഇൻസിഡന്റ് പുറത്ത് പറയാണ്ട് ശരിക്കും എന്താ അത് പുറത്ത് പറയാ? വീട്ടുകാരെ ടെൻഷൻ എടുപ്പിക്കണമെന്ന് വിചാരിച്ചാണോ? പിന്നെ പോലീസിനെ കൂടെ പേടിച്ചിട്ടാണോ? ഫോറസ്റ്റ് പരിപാടി ചെറിയ സംഭവം നടന്നത് ഇതൊരു വലിയ സംഭവം തന്നെയായിരുന്നു. പക്ഷെ വീട്ടുകാർ ഇത് കേട്ടപ്പോ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലായിരിക്കും. എങ്ങനെ അവര് ഇതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ആരെ അറിയിക്കണം എന്ന് തീരുമാനിച്ചു. അപ്പൊ ഒരു മാസം കഴിഞ്ഞപ്പോഴും തമിഴ്നാട്ടിൽ ഇത് പത്രക്കട്ടിങ് ഒക്കെ ഒരുപാട് വന്നായിരുന്നു. അത് നാട്ടുകാർ ഒരാൾ കണ്ടിട്ടാണ് ഇത് പുറത്തറിയണത്. പിന്നെ നേരെ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു. പിന്നെ മാധ്യമങ്ങളായി കാര്യങ്ങളായി എല്ലാം ഫേമസ് ആയി വിട്ടെന്ന്. ശരിക്കും ചേട്ടനോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്തായിരുന്നു? എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. ചേട്ടൻ ഇപ്പൊ ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോഴേ തിരിഞ്ഞു നോക്കുമ്പോ എന്താ തോന്നുന്നത്? അന്ന് അനുഭവം ശരിക്കും കാണിക്കുമ്പോൾ അത്രയും സ്ട്രഗിളിങ് തന്നെ ആയിരുന്നു. അതൊക്കെ മേലെ ആയിരിക്കും അല്ലേ? കുറഞ്ഞു പോയല്ലേ? അവർക്കത് ടെക്നിക്കലി കാണിക്കാനായിട്ട്. പക്ഷെ അവരത് ഈ പറഞ്ഞ പോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെയാണ് കാണിച്ചത്. ഇതിലപ്പുറം ഇനി മലയാള സിനിമയിലെ ഇൻഡസ്ട്രിയിൽ ഇതുപോലെ ടെക്നിക്കലി കാണിക്കാൻ പറ്റില്ല. അത്രയും എഫേർട്ട് ഇവരെടുത്തിട്ടുണ്ട്. കാരണം ഇവര് ഈ പറഞ്ഞ ഈ സിനിമയ്ക്ക് വേണ്ടി ഈ 11 പേരും അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരെല്ലാം ഒരു 2-2.5 വർഷമായിട്ട് ഇതിന്റെ പറയുന്നത്. ആ ഫുൾ ഗ്രൂപ്പ് ഞങ്ങളുടെ കൂടെ തന്നെ കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഉണ്ട്. അപ്പൊ അവര് അത്രയും ഇതായിട്ടാണ് നിൽക്കുന്നത്. ചേട്ടാ ശരിക്കും ആ സമയത്ത് തീർന്നു തന്നെയാണ്. ശരിക്കും ആ സമയത്ത് ഇപ്പൊ ചോദിക്കാൻ പറ്റില്ല, എന്നാലും ചോദിക്കാണ്. ആ സമയത്ത് എന്താ തോന്നി? രക്ഷപ്പെടുമോ എന്നൊക്കെയുള്ള ബോധമേ കാണത്തില്ലല്ലോ. രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിട്ടില്ല. ഞാൻ മറ്റേ മരിച്ചു പോയിട്ട് വേറെ ഏതോ നരകത്തിൽ കിടക്കുന്ന ഫീലോ. കാരണം നമുക്കൊന്നും കാണാൻ പറ്റൂല. ശരീരം മൊത്തം പെയിൻ. വവ്വാല് പറഞ്ഞു ടൂറ് പോയത് മറന്നുപോയി, വീണത് മറന്നുപോയി. ശരിക്കും ആ സമയത്ത് കൊങ്ങയ്ക്ക് പിടിച്ചിരുന്നു? കാരണം ഈ സിനിമയ്ക്ക് കാണിക്കുന്ന പോലെ തന്നെ ഇല്ല, അങ്ങനെ കൊങ്ങയ്ക്ക് പിടിച്ചില്ലായിരുന്നു. അതങ്ങനെ ഒരു ഇട്ടേക്കുന്നതാണ്. കുടിക്കാൻ അവന് ബോധം ശരിക്കും ഉണ്ടായിരുന്നില്ലായിരിക്കും പറഞ്ഞത്. അവൻ വന്നില്ലേ മരിച്ച് വേറെ ഏതോ ലോകത്ത് നിന്നാണ് പറയുന്ന കാര്യങ്ങളെല്ലാം വേറെ കാര്യങ്ങളാണ്. ചെറുപ്പത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ആ സമയത്ത് സംസാരിക്കുമ്പോൾ അവൻ കേൾക്കുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പറയുന്നത്. പക്ഷെ എന്താ പറയാ, ഇവന് ജീവനുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പാടില്ല. പക്ഷെ ഇവൻ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുന്നു. ശരിക്കും ആ സമയത്ത് എന്താ സംഭവിച്ചത്? കാൽ തന്നെ ഇതുപോലെ സിനിമയിൽ കാണുന്നതിൽ തന്നെ പെട്ടെന്ന് അങ്ങ് പോവുകയാണോ? നമുക്ക് കാലത്ത് കാണുള്ളൂ. 4-5-6 പേര് പോയി. അറിയത്തില്ല. പക്ഷെ കാണിക്കുന്ന ഒറ്റടിക്ക് വീണതാണ്.
കുഴപ്പമില്ല. ആ സമയത്ത് നമ്മൾ ആ കാണുന്നുണ്ട് ഗണപതി ചേട്ടൻ അവിടെ കിടന്ന് അല്ലെങ്കിൽ ബാലചേട്ടൻ അവിടെ കിടന്ന് സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ സൗണ്ട് കേട്ടിട്ട് തന്നെയാണ് നിങ്ങൾ അവിടെ ഉണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ പയ്യെ സംസാരിക്കാൻ അറിയാത്ത ആള് ഇവനാണ്. എന്റെ സൗണ്ട് കേട്ടിട്ട് എനിക്ക് ബോധം വന്നു. ആണോ? ചേട്ടനാണ് ചെവിയിൽ കിടന്ന് വിളിക്കണമെന്നല്ല, ഞങ്ങൾ എല്ലാരും കുറെ നേരം വിളിച്ച്. അപ്പൊ വിളിയേക്കാതെ കാരണം കുറെ പേര് വിഷമം പോയി. ഇപ്പൊ അവര് എന്ന് വെച്ചാൽ അവര് പറയണത് ആള് പോയി നിങ്ങ വിട്ടോ എന്നുള്ള ട്രിപ്പാണ് പറയണത്. എല്ലാരും അങ്ങാട്ടും ഇങ്ങോട്ടും പൊട്ടാൻ ഇരിക്കണായിരുന്നു. പിന്നെ എനിക്കിങ്ങനെ നമ്മളെ ചങ്കല്ലേ വിളിക്കാണ്ടിരിക്കാൻ പറ്റൂല. വിളിച്ച് പൊട്ടി 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 വിളിച്ച് ലാസ്റ്റ് ഒരെണ്ണം ഒരു വിളി കിട്ടിയാങ്ക് പിന്നെ പിടിച്ച് കയറി അതില്. അതില് പിന്നെ പിടിച്ചെന്ന് പറഞ്ഞ പിന്നെ അതിനെക്കാണ്ട് ശക്തിയുടെ വിളി അതോടെ ചക്കൻ പൊക്കി. ആ വിളി ഒന്നും കൂടി വിളിക്കാൻ പറ്റുമോ? ഒന്ന് വിളിച്ചേ. എങ്ങനെയാ വിളിച്ചത്? സുബേട്ടാ അങ്ങനെയാണ് വിളിച്ചേ. ഓക്കെ. ചേട്ടൻ ആ സമയത്ത് അത്രയും ഡൗൺ ആയി കിടക്കുമ്പോ എങ്ങനെ ആ സൗണ്ട് കൊന്നു? ആ ജീവൻ മരണ പോരാട്ടത്തിന്റെ അത് ഇവന്റെ സൗണ്ട് കൂടുതലാണെന്ന് പറഞ്ഞല്ലോ. അത്ര ഒച്ചയിലേക്ക് ഗുഹയിലേക്ക് മറ്റേ തല വെച്ച് വിളിക്കണല്ലോ. അപ്പൊ അത് നമ്മ ചെവിയിലേക്കാണ് മറ്റേ ബ്രെയിനിലേക്കാണ് കയറിയത്. സിനിമ അറിയാൻ പറ്റും. 2006 ഈ സംഭവം നടക്കുന്നത്. 2008 കഴിഞ്ഞ് 2008-2009 ആയപ്പോഴേക്കും ഞാൻ വേറൊരു ട്രിപ്പ് പോയായിരുന്നു. കൊടൈക്കനാലാണ്. അപ്പൊ എനിക്ക് അവിടെ പോലീസുകാരോടൊക്കെ അവിടെ നാട്ടുകാരോട് സംസാരിക്കാൻ തന്നെ പേടിയായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ അവിടെ അടുത്ത് സ്ട്രെച്ചറൊക്കെ വെക്കുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനോട് ചോദിച്ചപ്പോ ഇതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ അറിയണം, ഈ കുഴീനെ പറ്റി അറിയണം. ഈ വീണവരൊക്കെ 13 പേര് പോയിട്ട് ഒരാളെ കിട്ടിയിട്ട് പോലും എന്ന് പറയുമ്പോ അയാള് പറയുന്നത് എന്നോട് പേടിപ്പിച്ചത് ആ കുഴിയിലേക്ക് വീണ ആള് ചെല്ലുമ്പോ തന്നെ മരിക്കണമെന്നില്ല. അവിടെ കിടന്ന് തന്നെ ശ്വാസം കിട്ടാൻ സംസാരിക്കാതെ ഭക്ഷണം കിട്ടാതെയൊക്കെയാണ് മരിക്കുന്നത്. ആളുടെ മേളിലേക്ക് ആയിരിക്കും ചിലപ്പോൾ അടുത്ത ആള് വന്ന് വീണു. അതൊക്കെ ഒരുപാട് സംഭവമാണ്. അതൊക്കെ കേട്ടപ്പോൾ ശരിക്കും പേടിച്ച്. ഞാൻ 2006 അന്ന് ചെറുപ്പ് വരുന്നു. ഈ ആരോടും പറയാറുന്ന വേറെ ഒന്നും കൊണ്ടല്ല. ഞങ്ങൾ ആ പേടിച്ചിട്ട് നാട്ടുകാരും വീട്ടുകാരും പേടിച്ചിട്ട് ആരോടും പറയുന്നത് വേറെ ഞങ്ങളന്ന് ചെറുപ്പമാണ്. 2006 എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി എത്ര വർഷം മുമ്പാ. അപ്പൊ ചെറുപ്പം 17 വയസ്സ്. പിന്നെ ഒരു ടൂർ പോകാൻ വേണ്ടി വീട്ടുകാരും നാട്ടുകാരും ഒന്നും സമ്മതിക്കില്ല. ഞങ്ങൾ ആരോടും പറയാതെ മറച്ചു വെച്ചു. അന്നത്തെ സുഭാഷിന്റെ ഒരു ഫിസിക്, അവന്റെ ഒരു മനോധൈര്യം, അതായത് അവൻ ചെറുപ്പം മുതല് മെന്റലി ഭയങ്കര സ്ട്രോങ് ആണ്. അത് രണ്ടും അവൻ എന്തായാലും സഹായിച്ചിട്ടുണ്ടാവും. പഞ്ചുസ്തിക്കാരാണ്. പഞ്ച് പിടിക്കുക, ഫുട്ബോൾ കളിക്കുക, വടം വലിക്കുക, ഫുള്ള് പവറാണ്. ചെറുപ്പത്തില് ഫുള്ളും. ചേട്ടനോട് ചോദിക്കാനുള്ളത്, അതായത് ഇവരൊക്കെ പുറത്ത് നിന്നാണ് കാണുന്നത്, ചേട്ടനാണ് താഴേക്ക് പോയത്. ആ സമയത്ത് ആദ്യമായിട്ട് സുഭാഷ് ചേട്ടനെ കണ്ടപ്പോ എന്താ ശരിക്കും ആ സമയത്ത് ആ മൊമെന്റ് തോന്നിയത്? ഒരു സിനിമയിൽ തന്നെ പറയണ്ട് ദൈവത്തിനെ കണ്ടിട്ടുണ്ടാന്ന്. ശരിക്കും ഞങ്ങൾ അവിടെ ചെന്നപ്പോല്ലേ ദൈവങ്ങളാണ് ശരിക്കും എന്നെ അടിയിലോട്ട് എത്തിച്ചത്. ശരിക്കും പറഞ്ഞ അപ്പൊ ശരിക്കും ദൈവത്തിനെ കണ്ട പോലെ എനിക്ക് അവിടെ കണ്ടത് പാട്ടിനെ കണ്ടപ്പോ. കാരണം ദൈവമാണ് അവിടെ എത്തിച്ചത്. സുഭാഷ് ഇപ്പൊ ഞാൻ വിളിച്ചിട്ട് വിളി കേട്ടില്ലായിരുന്നെങ്കിൽ കുറെ വിളി വിളിച്ച് കേട്ടില്ലായിരുന്നെങ്കിൽ അത് ഞങ്ങൾ ഇറങ്ങുമില്ലായിരുന്നു. നമ്മ അതിനെ നിർത്തി. അത് അവന്റെയും ഭാഗ്യമുണ്ട് ഞങ്ങളുടെയും ഭാഗ്യമുണ്ട്. പക്ഷെ ഇഷ്ടംമാതിരി ഇപ്പൊ പല ആൾക്കാരും പോയിട്ട് ആൾക്കാര് പോയെന്നും പറഞ്ഞിട്ട് പോകുന്നു പറഞ്ഞു. ഞങ്ങൾ പക്ഷെ അവിടെ നിന്ന് എല്ലാരും പറഞ്ഞു, പോലീസുകാര് പറഞ്ഞു, അവിടെ നാട്ടുകാർ പറഞ്ഞു, കുറെ പേര് പറഞ്ഞു. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? റിയൽ ലൈഫ് മഞ്ഞുമൽ ബോയ്സ് നമ്മുടെ കൂടെ നിൽക്കുവാണ്. ഞങ്ങള് കുറെ നാളുകളായിട്ട് ഒരുമിച്ച് അയക്കണം ആളല്ലേ? പിന്നെ അപ്പൊ പുറത്തേക്ക് പോയല്ലേ? ആക്ച്വലി അവിടെ വന്ന് ഞങ്ങളായിട്ട് മിങ്കിളായി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഡൗട്ട് ഇവരാണോ ഞങ്ങളാണോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, റിയൽ ലൈഫ് ക്യാരക്ടർ അത്രയും മാറിയിരിക്കും എന്താ കാരണം? പുള്ളിയുടെ ഒരു മെന്റൽ ട്രോമ, പുള്ളിക്ക് എന്താ ചെയ്യണമെന്ന് പറയുമ്പോൾ പുള്ളി ആ സിനിമയിൽ കാണിക്കുന്ന പോലെ അത്ര നേരം ഒന്നും മിണ്ടിയിട്ടില്ല. ആ മരത്തിന്റെ വീട്ടില് ആ കൊടൈക്കനാലിലെ തണുപ്പ്, മഴ പെയ്തുള്ള തണുപ്പ് നിങ്ങൾക്ക് അറിയാലോ, ആ തണുപ്പത്ത് ആ ഇരിപ്പ് ആ വേരിലിരുന്നിട്ട്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ നമ്മൾ ഇതിനു മുമ്പ് കുറെ പേര് അതിനകത്ത് പെട്ടിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല, അത് ശരിക്കും ആൾക്കാർ ശ്രമിക്കാഞ്ഞത് കൊണ്ടാണോ അതോ? ആയിരിക്കും അല്ലേ? ഇതുപോലത്തെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുമ്പോ, അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റും നാട്ടുകാരോട് പറയുമ്പോ ഒരു ആൾക്കാർക്ക് ശ്രമിക്കാൻ പോലും ചിലപ്പോ പറ്റില്ല. അവിടെ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റുള്ളൂ. പക്ഷെ
നമുക്ക് സുഭാഷ് ഇല്ലാണ്ട് പറ്റില്ല. അപ്പൊ നമുക്കാണെങ്കിൽ അല്ലെങ്കിൽ നമ്മള് 11 പേര് അതിനകത്തൊക്കെ ഇറങ്ങും എന്നുള്ള മൈൻഡ് തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ച നടക്കാത്ത ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. അതാണ് നമുക്ക് എല്ലാവരും പറയാനുള്ളത് അത് തന്നെയാണ്. ചേട്ടാ ആ സമയത്ത് ഈ ചേട്ടന്റെ ക്യാരക്ടർ നോക്കുമ്പോഴത്തേക്ക് മാറി അവിടെ നിൽക്കുവാണ്. ശരിക്കും ആ സമയത്ത് എന്താ തോന്നിയിരുന്നത്? ഫ്രണ്ട് പോയി, അപ്പം എന്താ ശരിക്കും നമുക്ക് ആളില്ലാണ്ടെങ്കിലും വീട്ടിലേക്ക് പോകും. ആ ഒരു പേടിയും പിന്നെ തണുപ്പും ആകെ മൊത്തം മരവിച്ചു പോയി. ഒന്നാമത് നമ്മ ഒരു കാര്യം ഒന്നും ചെയ്യാറില്ല. ഇവരെ നമ്മളെല്ലാം ചെയ്ത് തന്നെ നോക്കും. പക്ഷെ നമ്മൾ ലാസ്റ്റ് ഒരു സംഭവം കാണുന്നുണ്ട്, എന്തോ ഒരു എനർജി എവിടുന്നോ കിട്ടുന്ന പോലെ തിരിച്ചു വരുന്നു. ആ സമയം ശരിക്കും റിയൽ ലൈഫിൽ എന്തായിരുന്നു തോന്നിയത്? ആരൊക്കെ എങ്ങനെയൊക്കെ പിടിച്ച് ചെയ്യിപ്പിച്ചു. ചേട്ടൻ മുഖാണ് ഇപ്പോഴേ അല്ലേ അത് ഓർത്തെടുക്കുമ്പോൾ ഒരു താങ്ക് യു സോ മച്ച് ചേട്ടാ. ശരിക്കും നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് റിയൽ മഞ്ഞുമൽ ബോയ്സിനെയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പടം റിലീസായിരിക്കുകയാണ്, മഞ്ഞുമൽ ബോയ്സ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു പടം തന്നെയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. അപ്പം റിയൽ ലൈഫ് മഞ്ഞുമൽ ബോയ്സിൻ്റെ സ്ട്രഗിൾ സത്യം പറഞ്ഞാൽ ഇവരിപ്പോൾ സംസാരിച്ചത് വെച്ചിട്ട് ആ റിയൽ സ്ട്രഗിളൊക്കെ നമുക്ക് സിനിമയിൽ എത്രത്തോളം അവർക്ക് ചിത്രീകരിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് കിടുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണുക. താങ്ക് യു സോ മച്ച്.